ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് ഗോവ വഴി ലക്ഷദ്വീപിലേക്കൊന്ന് പോയി വന്നാലോ? എങ്ങനെയായിരിക്കുന്നതായിരിക്കില്ല എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുക. ശരിക്കും നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ത്രൂ ആണെങ്കിൽ ആകെ ഒരു എയർപോർട്ടാണുള്ളത്, അഗത്തി. ഈ അഗത്തിക്ക് പോകുന്നതിന് നമുക്ക് കോഴിക്കോട് നിന്നും കൊച്ചിയിൽ നിന്നും ഗോവയിൽ നിന്നും ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. പക്ഷെ ഗോവയിൽ നിന്നുള്ള ഫ്ലൈറ്റാണ് ഏറ്റവും റേറ്റ് കുറവുള്ളത്. അപ്പം ഞങ്ങൾ അതെടുത്തിട്ടാണ് ലക്ഷദ്വീപിലേക്ക് പോകുന്നത്. അപ്പോൾ ലക്ഷദ്വീപിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ആദ്യം ഗോവയിലെ മഡഗോൺ റെയിൽവേ സ്റ്റേഷനിലാട്ടോ ഇറങ്ങിയത്. ഇത് ശരിക്കും നമ്മുടെ പോകുന്ന എയർപോർട്ട് മനോഹർ എയർപോർട്ടാണ്. അതൊരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഗോവയിൽ 2 എയർപോർട്ടുണ്ട്, ഡബോളിം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് മോപ്പ, ഈ മനോഹർ എയർപോർട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് തൊട്ടടുത്ത് വരുന്ന റെയിൽവേ സ്റ്റേഷൻ ശരിക്കും തിവിം ആണ്. പക്ഷെ അവിടുന്ന് നമുക്ക് ഈ രാത്രി നമ്മൾ വന്നിറങ്ങി കഴിഞ്ഞാൽ ടാക്സി അവൈലബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മഡഗോൺ ചൂസ് ചെയ്തത്. അവിടുന്ന് ഒരു 1.5 മണിക്കൂറുണ്ട് എയർപോർട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ പുലർച്ചെ ഒരു 1 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടുന്ന് ടാക്സി വിളിച്ച് ഏകദേശം 3:30-4 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ എവിടെ എത്തിയത്? മോപ്പ ഇൻ്റർനാഷണൽ എയർപോർട്ട്, മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് 7 മണിക്കാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കുറച്ച് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈം സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ലഗേജൊക്കെ കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ലോഞ്ച് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾ കൺഫ്യൂസ്ഡാണ്. ഞങ്ങൾക്ക് ലോഞ്ച് കിട്ടുമോ ഇല്ലയോ എന്ന്. കാർഡ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ കിട്ടുമ്പോൾ നമുക്ക് ലോഞ്ച് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം എയർപോർട്ടിൻ്റെ തന്നെ ഡിപ്പാർച്ചർ അവിടെയുള്ള ഫസ്റ്റിലുള്ള ബാത്റൂമിൽ വാഷ്റൂം യൂസ് ചെയ്ത് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എന്നിട്ട് നമുക്ക് വിചാരിച്ച പോലെ തന്നെ ലോഞ്ച് കിട്ടിയിട്ടോ. നമുക്ക് ആദ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് 2 പേർക്ക് ലോഞ്ച് കിട്ടി. അപ്പോൾ ഒരു ലോഞ്ചിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ കയറുന്നത് അപ്പോൾ തൊട്ട് 2 മണിക്കൂർ നേരത്തേക്കാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞങ്ങളൊരു 4:30-ക്ക് കയറിയിട്ട് 5:30, 6:55 ഞങ്ങളുടെ